രാവിലെ ഡ്യൂട്ടിക്ക് വന്നാൽ ഞാൻ നേരെ ആദ്യം ഒരു 10 മിനിറ്റൊക്കെ വർക്ക്ഷോപ്പിൽ ഈ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനുള്ളിൽ ഫോണും പേഴ്സും അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം പോക്കറ്റിൽ വെക്കാൻ പറ്റുന്നത് മാത്രം എടുത്തിട്ട് ബാഗ് ഞാൻ എൻ്റെ ഡ്രോയ്ക്കുള്ളിൽ വെക്കുകയാണ് പതിവ്. അതിനുശേഷം നേരെ ചായക്കടയിൽ പോവും. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് നേരെ വരുന്നത് ഒന്നെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിൽ കയറി എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകും. അതല്ലെങ്കിൽ നേരെ പാർക്കിലേക്ക് ഒന്ന് കറങ്ങാനെടുക്കും. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഏകദേശം 3-4 സ്ഥലത്തായിട്ട് അതിവിശാലമായ പാർക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരം, വളരെ ശാന്തവും സുന്ദരവുമായിട്ട് നമുക്ക് സായന്ത്രങ്ങൾ മാത്രമല്ല ഏത് സമയവും നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള പാർക്ക്. പുൽത്തകിടികളെല്ലാം ട്രിം ചെയ്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള ചെടികളെല്ലാം ട്രിം ചെയ്ത് അങ്ങനെ നിർത്തിയിരിക്കുന്ന അതിമനോഹരമായ പാർക്ക്. അപ്പോൾ മുമ്പൊരിക്കൽ ഞാനിതുപോലെ ചായ കുടിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പാർക്കിൻ്റെ സൈഡിൽ ഒരു പൂച്ച പാവം അതിൻ്റെ വാലൊക്കെ മുറിയപ്പെട്ട രീതിയിൽ, അതായത് ആരോ എന്തോ ചെയ്തതാണോ എന്താ നമുക്കറിയില്ല, എന്തായാലും അതിൻ്റെ വാല് മുറിഞ്ഞ് അത് വളരെ രക്തപങ്കിലമായിട്ട് രക്തത്തിൽ കുളിച്ചിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അന്ന് ഞാനതിന് ചെറുതായിട്ട് ട്രീറ്റൊക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ വെച്ച് അത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അതങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ മുറിവിലേക്ക് ഈച്ച ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അസ്വസ്ഥത കാരണം അത് കിടന്ന് ഉരുണ്ട് പൊളയുകയാണ്. കാരണം ഈ ബ്ലഡുമാണ് ഈ മുറിഞ്ഞതിൻ്റെ വേദന അത് വേറെ, ഈ ഈച്ച വന്ന് പൊതിയുന്നതിൻ്റെ അസ്വസ്ഥത അത് വേറെ. അങ്ങനെ ഒരവസ്ഥയിൽ ഒരു പൂച്ചയെ ഞാൻ കാണുകയുണ്ടായി. അതിന് ഏകദേശം ചെറിയ ട്രീറ്റൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ പോയി. അതിന് ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷം, വളരെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ അന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിരവധി ആൾക്കാർ അതിന് കമൻ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് അവിചാരിതമായിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് ഈ പാർക്കിലേക്കൊന്ന് കയറി. കാരണം എനിക്ക് 1-2 വീഡിയോ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ബൈ ചാൻസിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും കൂടി പാർക്കിലേക്ക് കയറി. അങ്ങനെ ഇവിടെ വന്ന് പാർക്കിൽ കയറി ക്യാമറയും ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് അന്ന് ഞാൻ ഹെൽപ്പ് ചെയ്ത് വിട്ട ആ പൂച്ച വളരെ ദൂരെ കൂടെ ഈ പക്ഷികളെയൊക്കെ നോക്കി ഇങ്ങനെ പതുക്കെ പോകുന്നു. ഞാനെന്തായാലും വെറുതെ ഉണ്ണി എന്ന് വിളിച്ചു. അതെന്തായാലും പേര് വിളിച്ച് മാത്രയിൽ അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഇന്ന് വളരെ അതിസുന്ദരനായിട്ടുണ്ട് ആ പൂച്ച. കുറച്ച് അധികം എന്താ പറയുക, നന്നായിട്ടുണ്ട്. ആ പഴയ മുറിവുകളെല്ലാം ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ ഇപ്പം അവന് പക്ഷികളെയൊക്കെ, അതായത് ഈ പാർക്കിൽ ധാരാളം കിളികൾ ഇത് നനച്ച് ഈ ചെടിയും ഈ പുൽത്തകിടികളെല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ആ നനച്ചു കൊടുക്കുമ്പോൾ ഇതിനുള്ളിൽ വെള്ളം ചില ഭാഗങ്ങളൊക്കെ ചെറിയ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞേക്കും. അപ്പോൾ അത് ഇവിടെ ഭൂരിഭാഗവും മരുഭൂമിയും വേനൽക്കാലവും ആയതുകൊണ്ട് തന്നെ ചൂടും ആയതുകൊണ്ട് തന്നെ കിളികൾ ഈ വെള്ളം കുടിക്കാനും ആ വെള്ളം ചെറിയതായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് ഈ കിളികൾ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ ധാരാളം കിളികളുണ്ട്. അപ്പം ഈ പൂച്ച ഇങ്ങനെ പതുങ്ങിയിരുന്നിട്ട് ഈ കിളികളെയൊക്കെ അനങ്ങാതെ പോയി പിടിച്ച് കഴിക്കും. അങ്ങനെ എന്തായാലും ഇവന് കിളികളെല്ലാം കഴിച്ച് അത്യാവശ്യം നല്ല തടിച്ച് കൊഴുത്ത് മെഴുത്ത് അത്യാവശ്യം നല്ലൊരു പൂച്ചയായി മാറി. അങ്ങനെ അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം അങ്ങനെ അവനുമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അങ്ങ് എടുത്തു. ഏതായാലും വളരെ കാലം കൂടി കണ്ട അവൻ നന്നായിട്ടുണ്ട്. അവൻ്റെ ആ പരിക്കുകളൊക്കെ ഒന്ന് മാറി, വാലിലെ പരിക്കുകളൊക്കെ കരിഞ്ഞ് വന്നു. വലിയ കുഴപ്പമില്ല. അവനും വലിയ കുഴപ്പമില്ല. ഇപ്പം
അടിപൊളിയായിട്ട് ആ പൂച്ച ഇതിലെ കിളികളെയൊക്കെ ഇടയ്ക്ക് പിടിച്ച് തിന്ന് അവനങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കാരണം പണ്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ പൂച്ചയെ വീണ്ടും കണ്ടപ്പോഴുള്ള ഒരു ക്യൂരിയോസിറ്റി. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും കൂടുതൽ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.